സംസ്ഥാനത്ത് കുടുംബശ്രീയുടെ കീഴിലുള്ള 617 CDSകൾക്ക് പ്രവർത്തന മികവിൽ ISO അംഗീകാരം. ISO സർട്ടിഫിക്കേഷൻ പൂർത്തീകരണത്തിലെ സംസ്ഥാനതല പ്രഖ്യാപനവും പുരസ്കാര വിതരണവും കൊല്ലത്ത് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. MP രാജേഷ് അവർകളെ ഈ ചടങ്ങ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വളരെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ലോകത്തിന്റെ നെറുകയിൽ ചരിത്രമെഴുതി കുടുംബശ്രീ. കൊല്ലം ജില്ലയിലെ 74 CDSകളും ISO അംഗീകാരം കരസ്ഥമാക്കി. സംസ്ഥാനത്ത് ആദ്യമായി ISO അംഗീകാരം നേടിയ വയനാട് വെങ്ങപ്പള്ളി, കോട്ടയം ഭരണങ്ങാനം, പത്തനംതിട്ട എരവിപേരൂർ, ആലപ്പുഴ നൂറനാട്, കൃഷ്ണപുരം, തിരുവനന്തപുരം നെടുമങ്ങാട് 1-നും നെടുമങ്ങാട് 2-നും CDSകൾക്ക് മന്ത്രി മെമന്റോ സമ്മാനിച്ചു. 453 CDSകൾക്ക് കൂടി ISO അംഗീകാരം നേടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 1,21,000-ത്തിലധികം തൊഴിലുകൾ കണ്ടെത്തി. ഇതിൽ 43,000 പേർക്ക് തൊഴിൽ ലഭ്യമാക്കി കഴിഞ്ഞെന്നും മന്ത്രി MP രാജേഷ് ചൂണ്ടിക്കാട്ടി. 1,00,000 തൊഴിലവസരം സെപ്റ്റംബർ മാസം ആവുമ്പോഴേക്കും, ഓണമാവുമ്പോഴേക്കും സൃഷ്ടിക്കണം എന്നാണ് നമ്മൾ ലക്ഷ്യം വെച്ചത്. ഇത് പറഞ്ഞപ്പോൾ ഒരാളും ഗൗരവത്തിലെടുത്തിരുന്നില്ല കേട്ടോ. ആരും ഗൗരവത്തിലെടുത്തിരുന്നില്ല. പലരും പരിഹസിക്കുകയും ചെയ്തു. പക്ഷേ അഭിമാനത്തോടുകൂടി കുടുംബശ്രീക്ക് പറയാം, ഇന്ന് 1,21,000-ത്തിലധികം തൊഴിലവസരം കുടുംബശ്രീക്ക് കണ്ടെത്താനും സൃഷ്ടിക്കാനും കഴിഞ്ഞു. അതിൽ 43,000 പേർക്ക് ജോലി കൊടുത്തു കഴിഞ്ഞു. 43,000 പേർക്ക് കൊടുത്തു കഴിഞ്ഞു. M. നൌഷാദ് MLA അധ്യക്ഷനായിരുന്നു. കൊല്ലം ജില്ലാ കളക്ടർ N. ദേവിദാസ്, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ R. വിമൽചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊല്ലം.